പ്ലാന്റ് ബോഡിയുടെ 4 പാർട്സിനെ കുറിച്ചാണ്. ആ 4 പാർട്സും അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ചാണ് നോക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ കമ്പോണൻ്റ് ആണ് പ്ലാന്റിൻ്റെ റൂട്ട്. റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിനറൽസും വാട്ടറും എല്ലാം പ്ലാന്റിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കണം. മണ്ണിൽ നിന്ന് അബ്സോർബ് ചെയ്ത് പ്ലാന്റിലേക്ക് എടുക്കുന്ന ഒരു പാർട്ടാണ് എന്ത് റൂട്ട് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് എന്ത് നീണ്ട സ്റ്റെം എന്ന് പറയുന്നത്. സ്റ്റെമ്മിൽ വാട്ടറിനേക്ക് എല്ലാ ഭാഗത്തേക്കും പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഹെൽപ്പ് ചെയ്യണത്. നെക്സ്റ്റ് വരുന്നതാണ് പ്ലാന്റ് ബോഡിയുടെ ലീവ്സ്, അതായത് ഇലകൾ. ഇലകൾ എന്താ ചെയ്യുന്നത്? പ്ലാന്റിന് വേണ്ട ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിലുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ചും ഇവിടെ തന്നെയാണ് നടക്കുക. ഈ നെക്സ്റ്റ് വരുന്ന ഭാഗമാണ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കാണാൻ നല്ല ഭംഗിയല്ലേ? ഈ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ ജനറേഷനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ തവണയും ഈ ഫ്ലവേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് പ്ലാന്റിൻ്റെ നെക്സ്റ്റ് ജനറേഷനെ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇനി നമ്മൾ പഠിച്ച 4 പാർട്സ് ഏതൊക്കെയാണ്? റൂട്ട്സ്, സ്റ്റെമ്മ്, ലീവ്സ്, ഫ്ലവേഴ്സ്. എല്ലാവർക്കും മനസ്സിലായില്ലേ?